Audio and video. Okay, clear ആണല്ലേ? Thank you. ക്ലാസ് ഓസിലേറ്ററിനെ പറ്റിയാണ് ചോദിച്ചത് അല്ലേ? ഓക്കെ, ക്ലിയർ ആണല്ലേ? ക്ലാസ് ഓസിലേറ്ററിൽ ഈ ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്കിലുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഫീഡ്ബാക്ക് നെറ്റ്വർക്കിനകത്ത് ഇങ്ങനെ തന്നെ വരുന്നു. കപ്പാസിറ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ. ഇവിടെ നിന്നാണ് ഫീഡ്ബാക്ക്. കണക്റ്റഡ് ടു ദിസ് ഈസ് കണക്റ്റഡ് ടു ഇവിടെ നിന്നാണ് ഈ രീതിയിലാണ് ഒരു കപ്പാസിറ്റീവ് ഡിവൈഡർ ഉണ്ടാവും. ആൻഡ് ദിസ് ഈസ് കണക്റ്റഡ് ടു ദിസ് വൺ. കപ്പാസിറ്റീവ് ഡിവൈഡർ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. C1 and C2 L, C1 and C2 L and okay C3. ഈ തരത്തിലാണ്. ദിസ് ഈസ് ഫ്ലാറ്റ് ഓസിലേറ്റർ. ഓക്കെ, കോൾപിറ്റിന്റെ തന്നെ ചെറിയൊരു മോഡിഫൈഡ് വെർഷനാണ് കേട്ടോ. ഓക്കെ, അഡീഷണൽ കപ്പാസിറ്റർ. ഓക്കെ, കോൾപിറ്റ് ഓസിലേറ്ററിൽ ഒരു ഇൻഡക്ടർ മാത്രമല്ല, ഇവിടെ അല്ലേ കപ്പാസിറ്റർ, രണ്ട് കപ്പാസിറ്റർ. C3 ഇല്ല കോൾപിറ്റില്. ഇവിടെ കോൾപിറ്റ് ഓസിലേറ്ററിൽ ഒരു അഡീഷണൽ കപ്പാസിറ്റർ കൂടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സീരീസ് വിത്ത് ഇൻഡക്ടർ. ദാറ്റ്സ് ഡിഫറൻസ്. സോ അപ്പോൾ ബാക്കിയെല്ലാം സെയിം ആണ്. കോൾപിറ്റ് ഓസിലേറ്ററിന്റെ പോലെ തന്നെയാണ് അത് വർക്ക് ചെയ്യുന്നത്. This is flat oscillator circuit. Okay. Okay, sir. Right. നമുക്കിനി ക്രിസ്റ്റൽ ഓസിലേറ്ററിനെ പറ്റി. ക്രിസ്റ്റൽ ഓസിലേറ്റർ ക്രിസ്റ്റൽ ഓസിലേറ്റർ. ഈ കോൾപിറ്റിലും ഹാർട്ട്ലിയിലും ഗെയിൻ എത്ര വരും സാർ? ആംപ്ലിഫയർ ഗെയിൻ എത്രയാണ് എഴുതി വെക്കുന്നത്? ഈ ട്യൂൺഡ് സർക്യൂട്ടിനകത്ത് ഈ റെസിസ്റ്റർ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ട്യൂൺഡ് സർക്യൂട്ട് എന്ന് പറയുന്നത് അറ്റനുവേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ യൂണിറ്റി ഫീഡ്ബാക്ക് ആണെങ്കിൽ ഗെയിൻ എന്ന് പറയുന്നത് വളരെ ലോ വാല്യൂ, നിയർലി 1 ഒക്കെ വന്നാൽ മതിയോ, ജസ്റ്റ് അബോവ് 1. കാരണം അതിനകത്ത് റെസിസ്റ്റീവ് എലമെന്റ് വരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ വോൾട്ടേജ് കാര്യമായിട്ട് ചേഞ്ച് വരുന്നില്ല. ബീറ്റ വിൽ ബി ആൾമോസ്റ്റ് ഈക്വൽ ടു 1. സോ ഗെയിൻ വിൽ ബി സ്ലൈറ്റ്ലി അബോവ് 1. അതിന് കൃത്യമായിട്ട് ഇല്ല, നമുക്കത് ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ വളരെ ലോ ഗെയിൻ മതി. അതാണ് അതിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്.
RC നെറ്റ്വർക്ക് ഒക്കെ വരുമ്പോൾ ഗെയിൻ വല്ലാതെ റിഡ്യൂസ് ചെയ്യും. അതിന് പകരം നമുക്ക് ഗെയിൻ വലിയ വേരിയേഷൻ ബീറ്റ നെറ്റ്വർക്കിന്റെ ഗെയിൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് യൂണിറ്റി ആയിരിക്കും വരുന്നത്. സോ ആംപ്ലിഫയർ നെറ്റ്വർക്കിന്റെ ഗെയിൻ സ്ലൈറ്റ്ലി അബവ് 1 ആണ്. Crystal oscillator. Crystal oscillator. So piezoelectric devices. Piezoelectric devices. Piezoelectric. Crystal. Like quartz. Rockylate salt. These materials show piezoelectric effect. Ennaanu piezoelectric effect? When we apply voltage at the two faces of such a crystal, voltage is applied. So equivalent diagram is voltage is applied between these two terminals, opposite faces of a crystal. This crystal force will be produced. Force producing. They start vibrating. Mechanical vibration producing. So mechanical vibrations are electric voltage apply mechanical vibrations are produced, and this vibrations vibrations having sharp frequency. So vibrations produce the electrical circuit consists of electrical. വീഡിയോ കാണാൻ പറ്റുന്നില്ല. Okay. Resistor series capacitance inductance and another capacitance CP. So ഇതിന്റെ ഈ രണ്ട് ബ്രാഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു RLC സർക്യൂട്ട് ആണ്. ഈ ഒരു ബ്രാഞ്ചിൽ കപ്പാസിറ്റർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ആയിട്ടുള്ള ഒരു കപ്പാസിറ്റൻസ് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ബ്രാഞ്ച് അതിന്റെ
നോക്കൂ, ചെക്ക് ചെയ്യോ ഓഡിയോ. ചെക്ക് ഓഡിയോ ആൻഡ് വീഡിയോ. ചെക്ക് ഓഡിയോ ആൻഡ് വീഡിയോ. വീഡിയോ ക്ലിയർ അല്ല അല്ലേ? ഓക്കെ, ഓഡിയോ ഓക്കെ ആണല്ലേ? ഓക്കെ, ഒരു മിനിറ്റ് നമ്മൾ റിഫ്രഷ് ചെയ്യാം. പറയൂ, ഇപ്പൊ ക്ലിയർ ആണോ? വീഡിയോ ക്ലിയർ ആണോ? ഒന്നും കാണുന്നില്ല സർ, കേൾക്കുന്നു മാത്രമേ ഉള്ളൂ. എല്ലാം കോളാക്കിട്ടല്ലേ ഓൺലൈൻ ക്ലാസ്സിലായതുകൊണ്ട് കേൾക്കുന്നുണ്ട്.